ഹലോ ഫ്രണ്ട്സ്, കേരള PSC ഇൻ ക്ലാസ് റൂമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8051 മൈക്രോ കൺട്രോളറുമായി ബന്ധപ്പെട്ടിട്ടുള്ള MCQs ആണ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. സമയം കളയേണ്ട, ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഇൻറ്റേർണൽ റാം ഓഫ് ദ 8051 ഈസ് Option A 32 bytes, Option B 64 bytes, Option C 128 bytes, Option D 256 bytes. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 128 ബൈറ്റ്സ് ആണ്. അന്നേരം 8051ൻ്റെ ഇൻറ്റേർണൽ റാം എന്ന് പറയുന്നത് 128 ബൈറ്റ്സ് ആയിരിക്കും. അന്നേരം 8051നെ പറ്റി നമുക്കൊന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. 8051 മൈക്രോ കൺട്രോളർ ഇസ് ഡിസൈൻഡ് ബൈ ഇൻറ്റൽ ഇൻ 1981. ഇറ്റ് ഈസ് എ 8-bit മൈക്രോ കൺട്രോളർ. അന്നേരം 8051 എന്ന് പറയുന്നത് എത്ര ബിറ്റ് മൈക്രോ കൺട്രോളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 8-bit മൈക്രോ കൺട്രോളറാണ്. ഇറ്റ് ഈസ് ബിൽറ്റ് വിത്ത് 40 pins DIP എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ്. ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ് എന്ന് വെച്ചാൽ ഒരു IC എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിലുമുള്ള പിൻസിൻ്റെ എണ്ണം സെയിം ആയിട്ടായിരിക്കും. അന്നേരം ഈ 40 pin ICയിൽ ഒരു സൈഡിൽ 20 പിൻസും അടുത്ത സൈഡിൽ 20 പിൻസുമായിരിക്കും. ആ ഒരു പാക്കേജിനെയാണ് ഡ്യുവൽ ഇൻ പാക്കേജ് എന്ന് പറയുന്നത്. അന്നേരം ഇതിന് എത്ര പിൻസാണുള്ളത്? 40 pin IC ആണ് 8051 എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചറാണ് ഇറ്റ് ഹാസ് എ റോം സ്റ്റോറേജ് ഓഫ് 4 KB ആൻഡ് 128 bytes ഓഫ് റാം സ്റ്റോറേജ്. 2 16-bit ടൈമേഴ്സ് ആർ ദെയർ. ഇതെല്ലാം ഒരു ചോദ്യമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 8051ലെ റോം സ്റ്റോറേജ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 KB ആണ്. അതേപോലെ റാം സ്റ്റോറേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 128 റാമാണ്. അതാണ് നമുക്ക് ഇവിടെ ഒബ്ജക്റ്റീവായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ. അന്നേരം എത്ര ബൈറ്റാണ്? 128 ബൈറ്റ്. അതേപോലെ എത്ര കൗണ്ടേഴ്സ് അല്ലെങ്കിൽ എത്ര ടൈമേഴ്സ് ഇതിനകത്തുണ്ട്? 2 ടൈമേഴ്സ് ഉണ്ട്, 2 16-bit ടൈമേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഓരോരോ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം ഈ പറഞ്ഞ അത്രയും കാര്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത മെയിനായിട്ടുള്ളത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 പാരലൽ 8-bit പോർട്സ് വിച്ച് ആർ പ്രോഗ്രാമബിൾ ആസ് വെൽ ആസ് അഡ്രസ്സബിൾ ആസ് പെർ ദ റിക്വയർമെൻറ്റ്. അന്നേരം ഇതിനകത്ത് 4 പാരലൽ 8-bit പോർട്സ് ഉണ്ട്. ഈ പോർട്സ് നമുക്ക് പ്രോഗ്രാമബിളാണ്, അതേപോലെ അഡ്രസ്സബിളുമാണ് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച്. ആൻഡ് ഓൺ ചിപ്പ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഇൻ്റഗ്രേറ്റഡ് ഇൻ ദ മൈക്രോ കൺട്രോളർ ഹാവിങ് ദ ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഓഫ് 12 MHz. ഇപ്പോൾ 8051ൻ്റെ കേസിലുള്ള ക്രിസ്റ്റൽ ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 12 MHz ആണ് ക്രിസ്റ്റൽ ഫ്രീക്വൻസി. ഇനി അടുത്ത് നമുക്ക് ആർക്കിടെക്ചർ നോക്കാം. 8051 മൈക്രോ കൺട്രോളറിൻ്റെ ആർക്കിടെക്ചർ നോക്കാം. ഈ ഡയഗ്രത്തിനകത്ത് ദ സിസ്റ്റം ബസ് കണക്ട്സ് ആൾ സപ്പോർട്ട് ഡിവൈസസ് ടു ദ CPU. ഇതിനകത്ത് ഈ സിസ്റ്റം ബസ്സിനകത്ത് എന്തെല്ലാം ഉണ്ട്? ഒരു 8-bit ഡേറ്റ ബസ് ഉണ്ട്, ഒരു 16-bit അഡ്രസ് ബസ് ഉണ്ട്, പിന്നെ ബസ് കൺട്രോൾ സിഗ്നൽസും ഉണ്ട്. ഓൾ other devices like program memory, ports, data memory, serial interface, interrupt control, timers and CPU are all interfaced together through the system phase. അന്നേരം ഈ സിസ്റ്റം ബസ് വഴിയാണ് ബാക്കിയുള്ള എല്ലാം ഇൻ്റർഫേസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? പ്രോഗ്രാം മെമ്മറിയും പോർട്ടും, അതേപോലെ ഡേറ്റ മെമ്മറി, സീരിയൽ ഇൻ്റർഫേസ്, ഇൻറ്ററപ്റ്റ് കൺട്രോള്, ടൈമേഴ്സ്, ഇതെല്ലാം CPU, അതെല്ലാം കൂടെ ഇൻ്റർഫേസ് ചെയ്യുന്നത് ഏത് മുഖേനയാണ്? സിസ്റ്റം ബസ് മുഖേന ആണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് 8051 ആർക്കിടെക്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ 8051 ഹാസ് ഡാഷ് 16-bit കൗണ്ടേഴ്സ് ഓർ ടൈമേഴ്സ്. അതായത് നമ്മളിപ്പം ഡിസ്കഷനിൽ വന്ന ടോപ്പിക്കാണ് അല്ലേ, വന്ന കാര്യമാണ്. എത്ര ടൈമർ അല്ലെങ്കിൽ എത്ര 16-bit കൗണ്ടർ ഒരു 8051-നുണ്ട്? ദ 8051 ഹാസ് 2 16-bit കൗണ്ടർ ഓർ ടൈമേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ 8051 ക്യാൻ ഹാൻഡിൽ ഡാഷ് ഇൻട്രപ്റ്റ് സോഴ്സസ്. എത്ര ഇൻട്രപ്റ്റ് സോഴ്സസിനെ ഹാൻഡിൽ ചെയ്യാൻ 8051-ന് കഴിയും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 5 ആണ് ഉത്തരം. വാട്ട് ആർ ഇൻട്രപ്റ്റ്സ്? ഇൻട്രപ്റ്റ്സ് ആർ ഇവൻറ്റ്സ് ദാറ്റ് ടെമ്പററിലി സസ്പെൻഡ് ദ മെയിൻ പ്രോഗ്രാം, പാസ് the control to external sources and execute their task.
ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ടെമ്പററി ആയിട്ട് മെയിൻ പ്രോഗ്രാമിനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഇവൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻട്രപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ 8051 കേസിൽ ദെയർ ആർ 5 ഇൻട്രപ്റ്റ് സിഗ്നൽസ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ INDO, TF0, IND0, TF0, INT1, TF1, RI/TI. ഇത്രയും ഇൻട്രപ്റ്റ് സിഗ്നൽസ്, ഈ 5 ഇൻട്രപ്റ്റ് സിഗ്നൽസ് ആണ് 8051 ഏതൊക്കെയാണ്? INTO, INT0, TFO, INT1, TF1, RI/TI. ഇത്രയും ഇൻട്രപ്റ്റ്സ് ആണ് 8051 ഉള്ളത്. ഓക്കെ, ഈച്ച് ഇൻട്രപ്റ്റ് ക്യാൻ ബി എനേബിൾഡ് ഓർ ഡിസേബിൾഡ് ബൈ സെറ്റിംഗ് ബിറ്റ്സ് ഓഫ് ഇൻട്രപ്റ്റ് എനേബിൾ രജിസ്റ്റർ, അല്ലെങ്കിൽ I രജിസ്റ്റർ എന്ന് പറയും. അന്നേരം ഓരോ ഇൻട്രപ്റ്റും എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ചെയ്യുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഇൻട്രപ്റ്റ് എനേബിൾ രജിസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതിൽ എന്താണ് 0 ആണോ 1 ആണോ സെറ്റ് ആവുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ 8051 ഇൻട്രപ്റ്റിനെ പറ്റി ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ IO പോർട്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് അഡ്രസ് ആൻഡ് ഡേറ്റ ഫോർ എക്സ്റ്റേണൽ മെമ്മറി ആർ. അന്നേരം എക്സ്റ്റേണൽ മെമ്മറിക്കുള്ള അഡ്രസ്സും അതേപോലെ ഡേറ്റയുമായിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന IO പോർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പോർട്ട് 0 പോർട്ട് Tയുമാണ് IO പോർട്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് അഡ്രസ് ആൻഡ് ഡേറ്റ ഫോർ എക്സ്റ്റേണൽ മെമ്മറി. സോ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ 8051 പിൻ ഔട്ട് ഒന്ന് നോക്കാം. ഇതിൽ നിങ്ങൾ കാണുന്നത് 8051 പിൻ ഔട്ട് ഡയഗ്രമാണ്. പിൻസ് 1 to 8. ദീസ് പിൻസ് ആർ നോൺ ആസ് പോർട്ട് 1. 1 to 8 പിൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പോർട്ട് 1 എന്ന് വിളിക്കുന്നത്. ദിസ് പോർട്ട് ഡസ് നോട്ട് സെർവ് എനി അതർ ഫങ്ഷൻസ്. ഇറ്റ് ഈസ് ഇൻറ്റേർണലി പുൾഡ് അപ്പ് ബൈഡയറക്ഷണൽ IO പോർട്ട്. പിൻ 9 എന്താണ്? റീസെറ്റ് ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു റീസെറ്റ് ദ മൈക്രോ കൺട്രോളർ ടു ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂസ്. പിൻ 10 to 17, ദീസ് പിൻസ് ആർ നോൺ ആസ് പോർട്ട് 3. ഏതാണ് പോർട്ട് 3 എന്ന് പറയുന്നത്? ഏതാണ്? പിൻ 10 to 17. 10 to 17നെയാണ് പോർട്ട് 3 എന്ന് പറയുന്നത്. ദിസ് പോർട്ട് സെർവ്സ് സം ഫങ്ഷൻസ് ലൈക്ക് ഇൻട്രപ്റ്റ്സ്, ടൈമർ ഇൻപുട്ട്, കൺട്രോൾ സിഗ്നൽസ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ്. അന്നേരം പിൻ 10 to 17നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പോർട്ട് 3 എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻട്രപ്റ്റ്, ടൈമർ ഇൻപുട്ട്, കൺട്രോൾ സിഗ്നൽസ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഏതാണ്? പോർട്ട് 3 അല്ലെങ്കിൽ പിൻ നമ്പർ 10 to 17 ആണ്. Pins 18 and 19, these pins are used for interfacing an external crystal to get the system clock. Pin 20, this pin provides power supply to the circuit. സർക്യൂട്ടിന് വേണ്ടുന്ന പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ആയിട്ടാണ് ഏത് യൂസ് ചെയ്തിരിക്കുന്നത്? പിൻ 20 യൂസ് ചെയ്തിരിക്കുന്നത്. പിൻ 21 to 28, ദീസ് പിൻസ് ആർ നോൺ ആസ് പോർട്ട് 2. പോർട്ട് 2 എന്നറിയപ്പെടുന്ന ഏതാണ്? 21 to 28 പിൻസിനെയാണ് പോർട്ട് 2 എന്ന് പറയുന്നത്. ഇറ്റ് സെർവ്സ് IO പോർട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ഹയർ ഓർഡർ അഡ്രസ് ബസ് സിഗ്നൽസ് ആർ ഓൾസോ മൾട്ടിപ്ലൈസ്ഡ് യൂസിങ് ദിസ് പോർട്ട്. പിൻ 29, ദിസ് ഈസ് PSEN പിൻ, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ പ്രോഗ്രാം സ്റ്റോർ എനേബിൾ. അന്നേരം 29 പിൻ എന്ന് പറയുന്നത് PSEN എന്ന് വെച്ചാൽ പ്രോഗ്രാം സ്റ്റോർ എനേബിൾ പിന്നാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു റീഡ് സിഗ്നൽ ഫ്രം ദ എക്സ്റ്റേണൽ പ്രോഗ്രാം മെമ്മറി. നെക്സ്റ്റ് പിൻ 30, ദിസ് ഈസ് EA പിൻ. EA സ്റ്റാൻഡ്സ് ഫോർ എക്സ്റ്റേണൽ ആക്സസ് ഇൻപുട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു എനേബിൾ ഓർ ഡിസേബിൾ ദ എക്സ്റ്റേണൽ മെമ്മറി ഇൻ്റർഫേസിങ്. ഓക്കെ, പിൻ 31 എന്ന് പറയുന്നത് ദിസ് ഈസ് ALE പിൻ, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ അഡ്രസ് ലാച്ച് എനേബിൾ. ALE അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അഡ്രസ് ലാച്ച് എനേബിൾ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡീമൾട്ടിപ്ലെക്സ് ദ അഡ്രസ് ഡേറ്റ സിഗ്നൽ ഫ്രം സിഗ്നൽ ഓഫ് ദ പോർട്ട്. പിൻ 32 to 39 എന്ന് പറയുന്ന അടുത്ത പോർട്ടാണ്. ഏത് പോർട്ടാണ്? പോർട്ട് 0. ഇറ്റ് സെർവ്സ് ആസ് IO പോർട്ട്. Lower order address and data bus signals are multiplexed using this port.
നമ്മളെ ക്വസ്റ്റ്യനിലുള്ളതാണ് കേട്ടോ. പോർട്ട് 0 എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചതാണ് ഏതൊക്കെ പോർട്ടാണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത പിൻ 40 എന്ന് പറയുന്നത് ദിസ് പിൻ ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് പവർ സപ്ലൈ ടു ദ സർക്യൂട്ട്. VCC ആയിരിക്കും എല്ലാത്തിലും, മിക്കവാറുള്ള 40 പിൻ ICയിലെല്ലാം 40 എന്ന് പറയുന്ന പിന്നെന്ന് പറയുന്നത് എന്തായിരിക്കും? VCC ആയിരിക്കും. ഇപ്പം പറഞ്ഞ എക്സ്പ്ലനേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആൻ ആൾട്ടർനേറ്റ് ഫങ്ഷൻ ഓഫ് പോർട്ട് പിൻ P3.4 ഇൻ ദ 8051 ഈസ്. അപ്പം പോർട്ട് 3യിലെ P3.4 എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദ്യം. നേരത്തെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. P3.4 എന്ന് പറയുന്നത് T0 എന്നാണ് കണ്ടത്. T0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമർ 0. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പം ഈ പോർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. 8051 കേസിൽ 4 പോർട്ടുണ്ട്. 4 പോർട്ടും എന്തെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. സോ 8051 മൈക്രോ കൺട്രോളേഴ്സ് ഹാവ് 4 IO പോർട്സ് ഈച്ച് ഓഫ് 8 bit which can be configured as input or output. അന്നേരം എത്ര IO പോർട്ടുണ്ട്? 4 IO പോർട്ടുണ്ട്. ഓരോന്നും എത്ര ബിറ്റ് വെച്ചാണ്? 8 ബിറ്റ് വെച്ചാണ്. അത് നമുക്ക് ഇൻപുട്ടായിട്ടോ ഔട്ട്പുട്ടായിട്ടോ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. ടോട്ടൽ 32 ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പിൻസ് അലോ മൈക്രോ കൺട്രോളർ ടു ബി കണക്റ്റഡ് വിത്ത് ദ പെരിഫറൽ ഡിവൈസസ്. Pin configuration pin can be configured as 1 for input and 0 for output as per the logic state. ഇനി നമുക്ക് ഓരോ പോർട്ടിൻ്റെ ഫങ്ഷൻസ് നോക്കാം. പോർട്ട് 0യുടെ ഫങ്ഷൻ, പോർട്ട് 0 പോർട്ട് അല്ലെങ്കിൽ പോർട്ട് 0 P0 ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ 2 ഫങ്ഷൻസ്. 2 ഫങ്ഷൻസ് ആണുള്ളത്. വെൻ ദ എക്സ്റ്റേണൽ മെമ്മറി ഈസ് യൂസ്ഡ് ദെൻ ലോവർ അഡ്രസ് ബിറ്റ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. Else all bits of this port are configured as input output port. അന്നേരം എക്സ്റ്റേണൽ മെമ്മറി യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്റ്റേണൽ മെമ്മറിയുടെ ലോവർ അഡ്രസ് ബിറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയായിരിക്കും, ഈ P0യിലായിരിക്കും. വെൻ P0 ഈസ് കോൺഫിഗേർഡ് ആസ് ആൻ ഔട്ട്പുട്ട് ദെൻ അതർ പോർട്സ് കൺസിസ്റ്റിംഗ് ഓഫ് പിൻസ് വിത്ത് ബിൽറ്റ് ഇൻ പുൾ അപ്പ് റെസിസ്റ്റർ connected by its N2 5-volt power supply. The pins of this port have resistor left out. അടുത്ത പോർട്ട് 1. പോർട്ട് 1 is true IO port. It does not have any alternative functions as in PO. നമ്മൾ നേരത്തെ പോർട്ട് 0 PO അല്ല, പോർട്ട് 0. പോർട്ട് 0യിൽ പറഞ്ഞ പോലെ 2 ഫംഗ്ഷനൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് പോർട്ട് 1 എന്ന് പറയുന്നത് പ്യുവർ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടാണ്, IO പോർട്ടാണ്. But this port can be configured as general IO only. It has built-in pull-up resistor and completely compatible with TTL circuit. അങ്ങനെ പുള്ളപ്പ് റെസിസ്റ്റർ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത് പോർട്ട് 1. പുള്ളപ്പ് റെസിസ്റ്റർ ഇല്ലാത്തതാണ് പോർട്ട് 0 കേട്ടോ. അതേപോലെ കംപ്ലീറ്റ്ലി കോമ്പാറ്റബിൾ വിത്ത് TTL സർക്യൂട്ട് ദിസ് പോർട്ട്. ഓക്കെ, അന്നേരം അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വേറെ IO പോർട്ട് ആയിട്ട് മാത്രം ആക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ജനറൽ IO പർപ്പസിന് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? പോർട്ട് 1 യൂസ് ചെയ്യുന്നത്. അടുത്ത പോർട്ട് 2. P2 ഈസ് സിമിലർ ടു പോർട്ട് P0 എന്ന് വെച്ചാൽ പോർട്ട് 2 എന്ന് പറയുന്നത് പോർട്ട് 0യ്ക്ക് സിമിലറാണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കി. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ IO പോർട്സ് ദാറ്റ് ആർ യൂസ്ഡ് ആസ് അഡ്രസ് ആൻഡ് ഡേറ്റ ഫോർ എക്സ്റ്റേണൽ മെമ്മറി എന്നായിരുന്നു ചോദ്യം. അന്നേരം അഡ്രസ്സും അതേപോലെ ഡേറ്റയ്ക്കും വേണ്ടിയിട്ട് എക്സ്റ്റേണൽ മെമ്മറിയിലെ അഡ്രസ്സിനെയും ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന പോർട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. അന്നേരം ഏതായിരുന്നു ഉത്തരം? പോർട്ട് 0യും പോർട്ട് 2ഉം. അന്നേരം സിമിലറായിട്ടുള്ള 2 പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് 0യും പോർട്ട് 2ഉമാണ് സിമിലർ പോർട്ട്സ്. പിൻസ് ഓഫ് ദിസ് പോർട്ട്, പോർട്ട് 2നെ പറ്റിയാണ്. പിൻസ് ഓഫ് ദിസ് പോർട്ട് ഓക്കുപൈ അഡ്രസ് intended for external memory chip. This port can be used for higher address byte with address A8 to A15. അന്നേരം 8051 എന്ന് പറയുന്നത് 16 ബിറ്റ് അഡ്രസ്സാണ്. അതിലെ A0 to A7 എന്ന് പറയുന്ന സ്റ്റോർ ചെയ്യുന്നത് പോർട്ട് 0യിലും A8 to A15 എന്ന് പറയുന്ന സ്റ്റോർ ചെയ്യുന്നത് ഏതിലുമായിരിക്കും? പോർട്ട് 2യിലുമായിരിക്കും. When no memory is added, then this port can be used as a general IO port similar to port 1. Port 3 നോക്കാം. In this port functions are similar to other ports except that logic 1 must be applied to appropriate bit of port 3 register. So IO ports 8051 IO portsനെ പറ്റി ഒരു ഔട്ട്ലൈൻ കിട്ടിക്കാണും.
മൂവ് എ കോമ @R1 will. ഇതെന്താണ് ഈ ഒരു കോഡ് സൂചിപ്പിക്കുന്നത്? പ്രോഗ്രാമിങ്ങിൽ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. കോപ്പി ദ കണ്ടൻസ് ഓഫ് മെമ്മറി ഹൂസ് അഡ്രസ് ഈസ് ഇൻ R1 ടു ദ അക്യുമുലേറ്റർ. സോ ഇന്നത്തെ 8051 ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത ഒരു ക്ലാസ്സുമായി കാണാം. ബൈ ബൈ.